ഇന്നത്തെ യോഗത്തിലേക്ക് പെരിയാറിൻമുളക്കരയിൽ നിന്നുള്ള കാഴ്ചയാണ്. നമസ്കാരം. ആദരണീയ യോഗാധ്യക്ഷൻ ശ്രീ ആർ മോഹൻകുമാർ അവരുടെ ആ മഹാത്മാവ് ഈ നാടിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഈ പള്ളിയോടും നീരണിയുമ്പോൾ അത് തിരുവാറന്മുളപ്പിന്റെ സന്നിധാനത്തിലേക്ക് മെല്ലെ മെല്ലെ നീങ്ങുമ്പോൾ ഓത്തൂർ പള്ളിയോടും നീറ്റിലിറക്കുന്ന ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ പള്ളിയോടത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പിക്ചർ എടുത്തുകൊണ്ട് വേദിയുടെ ഭാഗത്തോട്ട് പോകാം. ഉദ്ഘാടനം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. വേണ്ട ചടങ്ങുകൾക്കുള്ള എല്ലാം ചേർന്ന് വന്നിട്ടുണ്ട്. പല കാര്യങ്ങളും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. ഒരു നിർവചിക്കുന്നതായിരിക്കുന്ന അദ്ദേഹത്തിനെ ഇന്നത്തെ ഈ യോഗത്തിലേക്ക് അർത്ഥമായും എല്ലാവരുടെയും സ്വാഗതം ചെയ്യുന്നു. കോഴിക്കോട് ഗ്രാമപഞ്ചായത്ത് ശ്രീമതി പി സുജാത അവർ ഈ പള്ളിയോടുമായി ബന്ധപ്പെട്ട് കർമ്മം നടന്ന സമയത്ത് വളർത്തൽ കർമ്മത്തിലെല്ലാം നമ്മളോട് സജീവമായി പങ്കെടുത്ത വ്യക്തിത്വമാണ്. ശ്രീമതി സുജാത അവരുടെയും ഇന്നത്തെ യോഗത്തിന്റെ പേര് സ്വാഗതം ചെയ്യുന്നു. ഭംഗിയായി അലങ്കൃതമായി ഇവിടെ വെച്ചിരിക്കുന്ന പള്ളിയോടും ഓത്തൂർ പള്ളിയോടും പുതിയ പള്ളിയോടും വേണു ആശാരിയും മകൻ വിഷ്ണു ആശാരിയും ചേർന്ന് നിർമ്മിച്ചതാണ്. പ്രഗത്ഭരായ തച്ചന്മാർ, കേരളത്തിലെ പേരുകേട്ട തച്ചന്മാരുടെ ഒരാൾ വേണു ആശാരിയുടെ മകനായ വിഷ്ണു ആശാരി. അദ്ദേഹം എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. അതിനുശേഷം അദ്ദേഹം ഇത്തരം ആചാരകർമ്മങ്ങൾ നിലച്ചു പോകാതെ നോക്കുവാനായി പുതിയ തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹവും ഇവിടെ ഹാജരുണ്ട്. ആറന്മുള ഒരു പള്ളിയോടത്തിൽ ഒരു വള്ളത്തിൽ 64 തുഴക്കാരെ അനുവദനീയമായിട്ടുള്ളൂ എന്നാണ് അറിയുന്നത്. നമുക്ക് വേദിയിൽ അടുത്തേക്കൊന്ന് പോകാം. ഇരണിയാനായി ഇങ്ങനെ വെമ്പരി കൊണ്ട് കുളിർമ കോരിയിട്ടുകൊണ്ട് പബ്ലിക്കിന് ജനങ്ങൾക്കിടയിൽ ഈ വള്ളം ഇങ്ങനെ ഇവിടെ കിടക്കുകയാണ്. ഇപ്പോൾ ഉടൻ തന്നെ നിരണിയും ഇതിൻ്റെ ആചാരകർമ്മങ്ങൾ കാട്ടിത്തരം ഇതൊക്കെ വീടുകളിലൊക്കെ ആഘോഷമാണ്. കരക്കാരുടെ ഉത്സവമാണിത്. വള്ളം നീരണിയുന്നതും വള്ളസദ്യ എന്നൊക്കെ പറയുന്നത് കരക്കാരുടെയും വീട്ടുകാരുടെയും ഒക്കെ ആഘോഷമാണ്. അമരത്ത് ഉള്ള തുഴച്ചിൽ നിന്നുള്ള നടപടിക്രമങ്ങളൊക്കെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ലൈഫ് ബോട്ട് ഉൾപ്പെടെ ഇത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ശ്രീ അനിൽകുമാർ കെ വി, അഖില കേരള വിശ്വകർമ്മ സഭ തിരുവല്ല താലൂക്ക് യൂണിയൻ സെക്രട്ടറി, അദ്ദേഹവും ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തെയും ഇന്നത്തെ പൊതുയോഗത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തു. ശ്രീ സജിത് പരമേശ്വരൻ,
നമ്മളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു സഹോദരനാണ് അദ്ദേഹം. ഈ പൂവത്തൂർ പള്ളിയോടത്തിന്റെ എല്ലാ മുഖ്യ വാർത്തകൾക്കും പിന്നിൽ പ്രവർത്തിച്ച അദ്ദേഹമാണ്. പത്ര മാധ്യമങ്ങളിലെല്ലാം എന്നെ സാന്നിധ്യമായ ശ്രീ സജിത് പരമേശ്വരനെ വ്യക്തിപരമായി ഇന്നത്തെ യോഗത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തു. ശ്രീ അലക്സാണ്ടർ കെ തോമസ്, സെക്രട്ടറി YMA വായനശാല പൂവത്തൂർ, അദ്ദേഹവും എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ നീരൽക്കർമ്മത്തിന്റെ പേരിൽ ഈ പൊതുസമ്മേളനത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തു. പള്ളിയോട സേവാ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ അനന്തഭവൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഇന്നത്തെ യോഗത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഇതിൽ ഞങ്ങളുടെ എല്ലാം നെടുന്തൂണുകളായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ, ദൃശ്യമാധ്യമ പ്രവർത്തകർ, പത്രപ്രവർത്തകർ, എല്ലാത്തിലും ഉപരിയായി ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഈ പള്ളിയോട നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചതും അവരാണ്. സാമ്പത്തികമായി സഹകരിച്ച എല്ലാ മതവിഭാഗക്കാർ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഹലോ, അധ്യക്ഷ പ്രസംഗത്തിനായി കുന്നത്തുപറ്റിയിൽ തമ്പിച്ചായൻ എത്തിയിട്ടുണ്ട്. തമ്പിച്ചായനെ അദ്ദേഹത്തിനെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത വ്യക്തിത്വമാണ്. ഈ പള്ളിയോട നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ചതും സഹായിച്ചതും ശ്രീ തമ്പിച്ചായനാണ്. തമ്പിച്ചായൻ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 11 മണിയോടുകൂടി എത്തുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അനാരോഗ്യവാനാണ്, അതുകൊണ്ട് കുറച്ച് താമസിക്കും, എന്നാൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെയും എല്ലാവരുടെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാമൂഹിക നിരീക്ഷകനായ ശ്രീ ശങ്കുട്ടി ദാസ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ പള്ളിയോട നിർമ്മാണ കമ്മിറ്റിയുടെ പേരിലും ഇന്നത്തെ പൊതുയോഗത്തിന്റെ പേരിലും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആരെങ്കിലും ശ്രീ കെ ദേവകുമാർ PRDS ഹൈക്കൗൺസിൽ അംഗം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഇന്നത്തെ ഈ പുതിയ സമ്മേളനത്തിന്റെ പേരിലും പള്ളിയോട നിർമ്മാണ കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ചെയ്തു. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട NSS ഡയറക്ടർ ബോർഡ് അംഗവും തിരുവല്ല താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റുമായ ശ്രീ ഗോപകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നിർമ്മാണ സമിതിയുടെ ജനറൽ കൺവീനറും ആയ ശ്രീ P. പ്രസന്നകുമാർ അവர்கள் ഉദ്ഘാടനം ചെയ്യുന്നതിന് 11 മണിക്ക് ശേഷം എത്തുമെന്ന് അറിയിച്ചിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാന്യായ ആരോഗ്യ വകുപ്പ് മന്ത്രി, സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവர்கள், സഹോദരനും നമുക്ക് അപ്പോഴപ്പോൾ ആവശ്യമായ ഉപദേശങ്ങളും ഭക്തിപരമായ കാര്യങ്ങളിൽ നിർദ്ദേശങ്ങളും തന്നുകൊണ്ടിരിക്കുന്ന ബഹുമാന്യം ആദരണീയനും ശ്രേഷ്ഠനുമായ ശ്രീ കുമ്മനം രാജശേഖരൻ ചേട്ടൻ അവர்கள், പള്ളിയോട സേവാ സംഘത്തിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ KV സാമ്പദേവൻ അവர்கள், മറ്റ് സമുദായ നേതാക്കൾ, തങ്ങളുടെ കൈവശമുള്ള ആ വള്ളത്തിന് പള്ളിയോട് കൊണ്ടുപോകുന്നതിന് പുതിയൊരു വള്ളം വേണം എന്ന തീരുമാനത്തിലെത്തുകയും ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയ സമയത്ത് പോലും അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പള്ളിയോടങ്ങളുടെ ഓരോ നടപടികൾ, പള്ളിയോടങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങൾ. കാരണം ഇവിടെ സമുദായ വ്യത്യാസമില്ല, തോളോട് തോൾ ചേർന്നുകൊണ്ട് ആ കരയുടെ അഭിമാനവും ഭഗവാന്റെ അനുഗ്രഹവും കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനം, അതിന്റെ ഒരു മകുടോദാഹരണമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പിതാക്കന്മാരൊക്കെയും ഈ സ്റ്റേജിലെത്താൻ സാധിച്ചത്. എല്ലാ സമുദായത്തിലെ അംഗങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു പ്രത്യേക ആ ഒത്തുചേരൽ, ആ സമന്വയം, ആ ഒത്തുചേരുന്നതിന്
ഈ പൂവത്തൂർ പള്ളിയോടത്തിന്റെ ആ പ്രവർത്തനങ്ങള് ശ്ലാഘനീയമാണ്. നമുക്കെല്ലാം അഭിമാനിക്കാവുന്നതാണ്. ഒരു സമുദായത്തിനല്ല, എല്ലാ സമുദായത്തിനും ആ കൂട്ടായ്മയാണ് ആവശ്യം. നമുക്ക് ധാരാളം നാം പത്രദ്വാരായും മറ്റേ TV-യിലും ഒക്കെ കാണാം, സമുദായങ്ങൾ തമ്മില് സ്പർദ്ധയും കലഹങ്ങളും ഉള്ള ഒരു കാലഘട്ടത്തില് ആ കലഹങ്ങളും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത് നമ്മുടെ കരയുടെ ആവശ്യമാണ്. കരയിലെ എല്ലാ അംഗങ്ങളും ഉയർന്നുയർന്നു വരണം. ഏകോദര സഹോദരങ്ങളെ പോലെ അത് മുന്നോട്ട് പോകാൻ, അത് ഒന്നിച്ചു പോകുന്ന ഒരവസ്ഥ സംജാതമാക്കുന്നതിന് ഈ പള്ളിയോടങ്ങളുടെ പ്രവർത്തനം എന്നും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ആറന്മുള ഭഗവാന്റെ ആ അനുഗ്രഹമാണ് ഇതിനെല്ലാം പ്രധാനം. ആ ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിന് ജാതി മത വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഭംഗിയായി പോവുകയും അതുപോലെ തന്നെ ഇനി ഉത്രട്ടാതി ജലമേള ഇതുപോലുള്ള ജലമേളകളിലൊക്കെ പങ്കെടുക്കുന്നതിനും അതിനകത്ത് വേണ്ട സമ്മാനങ്ങളൊക്കെ കിട്ടുന്നതിനുമുള്ള അനുഗ്രഹം സിദ്ധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നമസ്കാരം. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു ജനകീയ ഉത്സവമാണ്. വളരെ നാളുകളോളമായി നമ്മളെല്ലാം മനസ്സിൽ കാത്തു സൂക്ഷിച്ച ഒരു സ്വപ്നം ഇന്ന് നീരണിയുകയാണ്. ഒരു പള്ളിയോടം ഒരു നാടിൻ്റെ മുഴുവൻ മനസാക്ഷിയാണ്. ആ പള്ളിയോടത്തിൽ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരേ ഹൃദയതാളത്തോടും അതിനുവേണ്ടി ഉത്സാഹിക്കുന്നു, കഷ്ടപ്പെടുന്നു, പ്രവർത്തിക്കുന്നു. അതിൻ്റെ പിന്നിൽ എത്രയോ ജനങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, അവരുടെ എല്ലാവരുടെയും കഠിനാധ്വാനമുണ്ട്. ഒരു വള്ളത്തിന് വേണ്ടി എന്താണ് ഇത്രയധികം കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാം ജീവിക്കുന്നത് വൈകാരികമായ ഒരു ഹൃദയബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഭൗതിക ജീവിത സാഹചര്യങ്ങളെല്ലാം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതം വിജയിക്കില്ല. അതിനപ്പുറത്ത് ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വൈകാരികമായ അംശങ്ങൾക്ക്, ഘടകങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഒരു നാടിൻ്റെ പൈതൃകമാണ് നമ്മയെല്ലാം കോർത്തിണക്കുന്നത്. നമ്മളെല്ലാവരും അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ മാറ്റിവെച്ച് സന്തോഷത്തോടും സ്നേഹത്തോടും ആനന്ദത്തോടും അഭിമാനത്തോടും കൂടി ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മെ നാമാക്കി മാറ്റിയ നമ്മുടെ പൈതൃകത്തിലുള്ള ഒരിക്കലും മങ്ങാത്ത, മായാത്ത, മറയാത്ത ആ ഒരു ഹൃദയത്തിലെ വെളിച്ചമാണ്. അതാണ് നമ്മെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഒരു വള്ളം രൂപകൽപ്പന ചെയ്യുമ്പോൾ മുതൽ അത് വെള്ളത്തിലിറക്കിയാൽ അത് നേരെ നിവർന്ന് നിൽക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഒരു വലിയ തച്ചുശാസ്ത്ര വിദഗ്ധൻ്റെ കരസ്പർശമുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യമാണ് വാസ്തവത്തിൽ നമ്മുടെ സ്വപ്നം സാക്ഷാത്കൃതമാകുന്നത്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വേണു ആചാരി, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ തപസ്സാണ് ഇതിൻ്റെ പിന്നിൽ. ആ മഹാത്മാവ് ഈ നാടിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഈ പള്ളിയോടം നീരണിയുമ്പോൾ അത് തിരുവാറന്മുളപ്പൻ്റെ സന്നിധാനത്തിലേക്ക് മെല്ലെ മെല്ലെ നീങ്ങുമ്പോൾ അഭിമാന പുളകിതരായി നാം എല്ലാവരും രണ്ടു കൈയും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അതിന് താങ്ങും തണലുമായി നിന്ന് ഈ പള്ളിയോടത്ത് നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന വിധത്തിൽ അതിനെ യാഥാർത്ഥ്യമാക്കിയ ആ ഒരു ശില്പചാതുര്യത്തിൻ്റെ മുന്നിൽ, ആ ഒരു വലിയ കലാകാരൻ്റെ, തച്ചുശാസ്ത്ര വിദഗ്ധൻ്റെ ആ വൈദഗ്ധ്യത്തിൻ്റെ മുന്നിൽ, സർഗവൈഭവത്തിൻ്റെ മുന്നിൽ ഞാൻ പ്രണമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ അനന്തകോടി നമസ്കാരം. നമുക്കെല്ലാം ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം ഈ വൈദഗ്ധ്യം നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ പൈതൃകമാണ് നശിക്കുന്നത്. ഇതുപോലെ നിരവധി കരകൗശല വിദഗ്ധന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അടുത്ത തലമുറ ഇത് പഠിക്കുന്നുണ്ടോ?
ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ഇത് പഠിച്ചു എന്നുള്ളതാണ്. വേറെ എത്രയോ കരകൗശല വിദഗ്ധന്മാരുണ്ട്, പല കലാകാരന്മാരുണ്ട്. പക്ഷേ അടുത്ത തലമുറ ഇതൊക്കെ പഠിക്കുന്നുണ്ടോ? പഠിക്കണം എന്നുള്ള ഒരു മഹത്തായ സന്ദേശമാണ് വേണുവാചാര്യയുടെയും മകൻ്റെയും ഇവിടുത്തെ സാന്നിധ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഉവ്വത്തൂർ കര ഇങ്ങനെ ഒരു മഹാസംരംഭത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നാം എല്ലാവരും ഒത്തൊരുമിച്ച് ഒന്നായി ഈ വള്ളപ്പാട്ടിൻ്റെ താളത്തിൽ രാഗത്തിൽ ലയിക്കുമ്പോൾ നമ്മുടെ ഹൃദയമാണ് ഒന്നായി തീരുന്നത്. നമുക്കൊന്നേ ഉള്ളൂ, നാം എല്ലാവരും ഒന്നാണ്. ഈ വേദി തന്നെ വളരെ വ്യക്തമാണ്. എത്രയോ സംഘടനകളിൽപ്പെട്ടവർ, എത്രയോ വ്യത്യസ്തമായ പാതകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവർ, എത്രയോ ഭിന്നങ്ങളായ വ്യത്യസ്തങ്ങളായ ഭേദചിന്തകൾ ഉള്ളവർ. പക്ഷേ അവരൊരു വള്ളത്തിൻ്റെ കാര്യത്തിൽ, ഒരു പള്ളിയോടത്തിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ ഒരുമിച്ച് ഒരേ വേദിയിലിരുന്നു ഈ നാട്ടിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു കർമ്മത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷാത്കാരം, ഫലപ്രാപ്തി ഇതുതന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നമ്മുടെ നാട്ടിൽ ഒരു വലിയ പരിവർത്തനമുണ്ടാക്കാൻ, ഒരു സാമൂഹ്യ നവോത്ഥാനമുണ്ടാക്കാൻ ഇടയാക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പള്ളിയോട നിർമ്മാണം സംബന്ധിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി പള്ളിയോട നിർമ്മാണ സമിതി പ്രസിഡന്റ് പുത്തമ്പരയ്ക്കൽ PR പ്രമോദിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പൂവത്തൂർ പടിഞ്ഞാറ് പള്ളിയോട നിർമ്മാണത്തിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ആദ്യാവസാനം ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കുമുള്ള അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പള്ളിയോട നിർമ്മാണ സമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. പൂവത്തൂർ പടിഞ്ഞാറ് 571 നമ്പർ NSS കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ പള്ളിയോടം. നിർമ്മാണത്തിന് ചെലവായി സംഭാവനകൾ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനാലും വരവ് ചെലവ് കണക്കുകൾ ക്രോഡീകരിച്ചിട്ടില്ലാത്തതിനാലും ഇപ്പോൾ അറിയിക്കുവാൻ നിർവാഹമില്ല. ബഹുമാന്യരായ ജനപ്രതിനിധികളെ, ഇതിൻ്റെ സജീവ പ്രവർത്തകരായ ശ്രീ പ്രസന്നകുമാർ, ശ്രീ PR പ്രമോദ്, ശ്രീ മുരളീധരൻ നായർ തുടങ്ങിയവർ, ഇതിന് അകമഴിഞ്ഞ സഹായവും സഹകരണവും നൽകിയിട്ടുള്ള മറ്റ് വ്യക്തികൾ, സർവോപരി ഈ ശില്പം നമുക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച് ഇന്ന് പമ്പയിലേക്ക് ഇറക്കാൻ നമ്മളെ സഹായിച്ച കലാകാരന്മാരായ ശ്രീ വേണുവാചാര്യയും അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ വിഷ്ണുവാചാരി, ഇവിടെ കൂടിയിട്ടുള്ള ബഹുമാന്യർ, വിഷ്ണു വേണുവാചാര്യയെയും ആദരിക്കൽ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു നാടിൻ്റെ, ഒരു കരക്കാരുടെ മുഴുവൻ സാക്ഷാത്കാരമാണ്, സംതൃപ്തിയാണ് നമ്മൾ ഈ മുഖങ്ങളിലൊക്കെ കാണുന്നത്. ഇവർ ഒരു വർഷമായി, കഴിഞ്ഞ വർഷം 2023 സെപ്റ്റംബറിൽ പണി തുടങ്ങിയ ഈ വള്ളം പണി പൂർത്തീകരിച്ച് ഒരാഴ്ചയ്ക്ക് മുമ്പെയാണ് പണി പൂർത്തീകരിച്ച് പുറത്തിറക്കിയത്. ഇത് അമരക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇതിന് എന്താ വർക്കാണ് ചെയ്തത്? കരയിലുണ്ട്. കരയിൽ ആരും പ്രത്യേകിച്ച് എന്തോ ചുമതലകളല്ലോ? വള്ളം തൊഴിയുമല്ലോ അല്ലേ? നമസ്കാരം. ആദരണീയ യോഗാധ്യക്ഷൻ ശ്രീ R മോഹൻകുമാർ അവരുടെ ഉൾപ്പെടെ മുൻ ഗവർണർ ആദരണീയനായിട്ടുള്ള ശ്രീ കുമ്മനം രാജശേഖരൻ അവർക്ക്, അതുപോലെ നമ്മുടെ പള്ളിയോട് സേവാ സംഘത്തിന്റെ ഏറ്റവും കരയിൽ നിന്നുള്ള കാഴ്ചയാണ് ഇവിടെ നിന്ന് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ.
തള്ളിപ്പിടിക്കണം. അവരെ അല്പം തള്ളിപ്പിടിക്കണം. തൂമ്പ് കിഴക്കോട്ട് പോകരുത്. തൂമ്പ് കിഴക്കോട്ട് പോകരുത്. പതുക്കെ കൈവയ്ക്കുക. പതുക്കെ കൈവയ്ക്കുക. പതുക്കെ പതുക്കെ പതുക്കെ. ആവേശം വേണ്ട. പതുക്കെ 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 വേണം. നിങ്ങൾ പതുക്കെ വേണം. പതുക്കെ ആവേശം വേണം. സുമോട്ടി പൂവത്തൂർ പടിഞ്ഞാറ് വെള്ളം നീരണിഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പൂവത്തൂർ പടിഞ്ഞാറ് വെള്ളം പണിപ്പുരയിലിരിക്കുമ്പോഴുള്ള കാഴ്ചകൾ ഇപ്പോൾ നിങ്ങൾക്ക് ദൃശ്യങ്ങൾ ഇവിടെ കാണാം. പിന്നെ ഈ മയിലോ ഇറക്കാതെ ഇല്ലേ വഴിഞ്ചേരിക്കകത്ത് നിരണമാണെന്നൊക്കെ പറഞ്ഞത്. അടുപ്പിച്ചു കൊടുക്കാം. ആ സ്പീഡ് ബോട്ടുകാർ ശ്രദ്ധിക്കുക. വേറെ ആരില്ല സെറ്റ് ഞങ്ങളെ വിടത്തില്ല. അവിടെ ക്യാമ്പ് വഴക്കാണ്. അങ്ങനെ പറഞ്ഞത്. പമ്പാ നദിയിലൂടെ ഇതാ ആറന്മുളയെ ലക്ഷ്യമാക്കി നമ്മുടെ പുത്തൻപള്ളിയോടും മുമ്പോട്ട് കുതിക്കുകയാണ്. മറ്റ് പള്ളിയോളങ്ങളും കൂടെ തുഴഞ്ഞു പോവുക. അകപ്പടി പള്ളിയോളങ്ങളും കൂടെ തുഴഞ്ഞു പോവുക. പള്ളിയോളങ്ങളും കൂടെ അകപ്പടി വള്ളങ്ങളും കൂടെ പോവുക. അകലത്തിരിക്കുന്നവർ വള്ളം ചാടിക്കരുത്. പവിത്രമായ പമ്പാ നദിയിലൂടെ, പുണ്യ നദിയായ പമ്പാ നദിയിലൂടെ നമ്മുടെ മുത്തൻപള്ളോടും നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിന്റെ പുത്തൻപള്ളിയോടും ഇതാ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പോകുന്നുണ്ട്. എൻ്റെ പേര് മുരളീധരൻ നായർ, കരയോഗത്തിൻ്റെ നിർമ്മാണ സമിതി സെക്രട്ടറിയാണ്. ഇവിടുത്തെ കരയോഗമാണ്. വളരെ കാലം വള്ളത്തിൽ പോയിട്ട് പിന്നെ അമരത്തും തൊഴിലും കുമ്പത്തൊക്കെ പാട്ട് പാടി ചെയ്തിട്ടുള്ള അദ്ദേഹമാണ്. എത്ര വയസ്സുണ്ട്? എനിക്കിപ്പം 68 വയസ്സ്. എനിക്ക് 61 വയസ്സ്. ഈ ചേട്ടന്മാരെ പരിചയപ്പെടുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു പുണ്യമാണ്. കാരണം നമുക്ക് അനുഭവിക്കാൻ അത് വെള്ളത്തിൽ കയറി ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആഗ്രഹിച്ചിട്ടുണ്ട്. അവരെ കാണുകയും അവരുമായിട്ട് സംസാരിക്കുകയും എന്ന് പറയുന്നത് ചേട്ടനെ കണ്ടു. ഈ ചേട്ടൻ പാടിയ പാട്ട് അന്ന് എത്ര വർഷമായിട്ട് പാട്ട് പാടിയിട്ടുണ്ട്? പക്ഷെ ഞങ്ങള് കുറെ വർഷങ്ങളായിട്ട് എനിക്ക് 63 വയസ്സ് കഴിഞ്ഞു. 10ാമത്തെ വയസ്സിലിരുന്ന് ഈ വള്ളത്തെ 10ാമത്തെ വയസ്സ് അതാണ് ഈ 10ാമത്തെ വയസ്സ് തൊട്ട് ഇതൊരു ഇത് നമ്മുടെ ജീവിതത്തിലേറ്റി നെഞ്ചിലേറ്റി കൊണ്ട് നടക്കുന്ന സംഗതിയാണ്. അപ്പൊ ഇതൊക്കെ ആർമക്കാരുടെ ഒരു ഹരമാണ്. വന്നേരം വേദിയിലേറ്റാനന്ദമോടെ പൂജ ചെയ്തു. വന്നേരം വേദിയിലേറ്റാനന്ദമോടെ പൂജ ചെയ്തു.
ഭാവിക്കും സകലമേ നിങ്ങൾക്കൊക്കെ ഭാവിക്കും മംഗളം മേരി നിങ്ങൾക്കൊക്കെയോ ഗോവിന്ദ ഹരി പൂവത്തൂർ പള്ളിയോളം നീറ്റിലിറക്ക് കാഴ്ചകൾ ഇവിടെ സമാപിക്കട്ടെ. അടുത്ത കാഴ്ചകളുമായി വരാം. ഞാൻ ജയപ്രകാശ് നായർ.